എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒറ്റ വഴുത് കേട്ട മഹദി ആരാന്നറിയോ? മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. ആസിയ ബീബി റളിയല്ലാഹു തആല ആരുടെ ഭാര്യ? സാക്ഷാൽ ഫിറഔനിന്റെ ഭാര്യ. സാക്ഷാൽ ഫിറഔനിന്റെ ഭാര്യയായ ആസിയാനെ കണ്ടുപഠിക്കാനാ അല്ലാഹ് പറയണേ. ആസിയ ആരാ? ഫിറഔനിന്റെ ഭാര്യ. ആരുടെ വഴുതാ കേട്ടെ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ ഒറ്റ പ്രസംഗം, മൂസാ നബിയുടെ ഒരേ ഒരു പ്രഭാഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞു, ഫിർഔനിന്റെ മുമ്പിൽ പോയിട്ട് ദഅവത്ത് ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്. തന്റെ കൂടപ്പറപ്പായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് ഫിർഔനിന്റെ കൊട്ടാരത്തിൽ പോയി നിന്ന് വഅദ് പറഞ്ഞു. വഅദ് എന്ന് പറഞ്ഞാൽ പിരിക്കാനുള്ളതല്ലടോ, കളിയാക്കാനുള്ളതല്ല. അതിന്റെ മഹത്വം നമ്മൾ പഠിക്കണം. അതിന്റെ മഹത്വം മക്കളെ നിങ്ങൾ ട്രോളുന്നത് പോലെ ട്രോളാനുള്ളതല്ല വഅദ്. ആ വഅദിന്റെ മഹത്വം അറിയണമെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കയറി നിന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഫിർഔനിനോട് പറഞ്ഞു കൊടുത്തു. ഓൻ നന്നായില്ല. പക്ഷെ ആ പ്രഭാഷണം കേട്ട് വേറെ രണ്ടുപേര് നന്നായി. ഫിർഔൻ നന്നാകുന്നതിന് വേണ്ടി ആ വഅദ് പറഞ്ഞേ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ ഫിർഔൻ ആ വഅദ് കേട്ട് നന്നായില്ല. എന്നാൽ ആ വഅദ് കേട്ട് നന്നായതാരെന്നറിയുമോ? ആ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ, ആ കൊട്ടാരത്തിലെ രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. ആ കൊട്ടാരത്തിലെ വേലക്കാരിയായ മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ. ഈ രണ്ട് പെണ്ണുങ്ങളാണ് ആ വഅദ് കേട്ടിട്ട് നന്നായത്. പടച്ചവനെ, മാതാ മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ ആരാണെന്ന് പഠിക്കണേ പെങ്ങള്. എല്ലാ സിനിമാ നടിമാരെയും സീരിയൽ നടിമാരെയും നിനക്കറിയുമല്ലോ. എന്നാ പെങ്ങളെ, ആരാണ് മാസിത എന്നറിയുമോ? ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ്. പടച്ചവരെ, മൂസാ നബിയുടെ പ്രഭാഷണം കേട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, അതാ മാസിത തന്റെ ഭർത്താവിനെ ദഅവത്ത് നടത്തി മുസ്ലിമാക്കുകയാണ്. തന്റെ മക്കളെ മുസ്ലിമാക്കുകയാണ്. പടച്ചവനെ, അതാ ആരും അറിയാതെ രഹസ്യമായി ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ആസിയായും മാസിതായും രണ്ടുപേരും മുസ്ലിമായി ജീവിക്കുകയാണ്. പടച്ചവനെ, ഒരു ദിവസം മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ ഫിർഔനിന്റെ മകളുടെ മുടി ചീകാൻ ഒരു ചീപ്പെടുക്കുകയാണ്. ആ ചീപ്പങ്ങ് കയ്യിൽ നിന്ന് താഴെ വീഴുമ്പോ മാസിത പറഞ്ഞു, അല്ലാ അല്ലാ. ഫിർഔനിന്റെ മകൾ ചോദിക്കുന്നു, മാസിത, അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ മാസിത? അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ മാസിത? മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ സാക്ഷാൽ ഫിർഔനിന്റെ മകൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഈ ലോകത്തിന്റെ അധിപനാണ് റബ്ബ്, ഈ ലോകത്തിന്റെ അധിപനാണ് അല്ലാഹ്. നമ്മളെ മുഴുവനും പടച്ചത് അല്ലാഹുവാണ്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ഫിർഔനിന്റെ മകള് ചോദിക്കുകയാണ്, എന്റെ വാപ്പയല്ലേ റബ്ബ്? എന്റെ വാപ്പയല്ലേ റബ്ബ്? എന്റെ വാപ്പയല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? ഫിർഔനിന്റെ പൊന്നാര മകളോട് മാസിത പറഞ്ഞു കൊടുക്കുകയാ, നിന്റെ വാപ്പ റബ്ബൊന്നുമല്ല. നിന്റെ വാപ്പ കേവലം അടിമയാണ്. നിന്റെ വാപ്പ കേവലം അടിമയാണ്. ആ അടിമയെ പടച്ചവനാണ് അല്ലാഹ്. പടച്ചവനെ, മൂസാ നബി ഇവിടെ വന്ന് നിന്ന് ദഅവത്ത് നടത്തിയ ആ റബ്ബിന്റെ പേരാണ് അല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് മാസിത ബീബി ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പൊന്നുമോൾ എഴുന്നേറ്റ് ഓടുകയാണ്. രാജസിംഹാസനത്തിലിരിക്കുന്ന ഫിർഔൻ എന്ന് പറയുന്ന ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു ജീവിക്കുന്ന ഫിർഔനിന്റെ മുമ്പിൽ ചെന്നിട്ട് ചോദിക്കുന്നു, വാപ്പാ, നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? നിങ്ങൾ അടിമയാണോ? നിങ്ങൾ അടിമയാണോ? ഫിർഔനിന്റെ മുഖമങ്ങ് വല്ലാതെ ചുമക്കുകയാണ്. ആരാണ് മോളെ നിന്നോട് പറഞ്ഞത് ഞാനല്ലാതെ ഒരു റബ്ബുണ്ടെന്ന്, ഞാൻ അടിമയാണെന്ന്? പടച്ചവനെ, ഫിർഔനിന്റെ പൊന്നാര മകള് പറയുന്നു, മാസിത പറയുകയാ, നിങ്ങൾ അടിമയാണെന്ന്. നിങ്ങളെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. പടച്ചവനെ, ഫിർഔനിന് നാണക്കേടായടോ. മാസിതയെ പിടിച്ചു കെട്ടി കൊണ്ടുവരികയാണ്. മാസിത ബീബി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ചു കെട്ടി കൊണ്ടുവരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മാസിത, ഞാനല്ലാതെ വേറൊരു റബ്ബുണ്ടെന്ന് നീ പറഞ്ഞോ മാസിത? മാസിത പറഞ്ഞു, നിന്നെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. ഞാൻ ആ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്. മൂസാ നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്.
പറയുകയാണ്, പടച്ചവനെ വല്ലാത്ത പ്രശ്നമായടോ. അവസാനം ഒരു തീരുമാനമെടുക്കുകയാണ്, ഇനി ഒരാളും മതം മാറാൻ പാടില്ല. മാഷിത്ത പറയുന്നു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. അവസാനം എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു, ഇനി ഒരാളും മതം മാറരുത്. ഏറ്റവും വലിയ ശിക്ഷ വേണം കൊടുക്കാൻ. അതിനെന്ത് ചെയ്തെന്നറിയുമോ? മാഷിത്ത ബീവി റളിയല്ലാഹു തആല അൻഹയെ തിളച്ചുമറിയുന്ന ഒരു എണ്ണച്ചട്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാ. തിളച്ചുമറിയുന്ന ഒരു എണ്ണച്ചട്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് ചോദിക്കുന്നു, മാഷിത്ത മാറ്റമുണ്ടോ? കൊന്നാലും ഞാൻ മതം മാറൂല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ടുവന്ന് തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ തലകീഴായി കെട്ടി നിർത്തുകയാണ്. ചോദിച്ചു, മാഷിത്ത മാറ്റമുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ ഇതിനകത്തിട്ട് ഞങ്ങൾ കൊന്നുകളയും മാഷിത്ത. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മാഷിത്ത ബീവി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ യാത്രയാക്കുകയാണ്. കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ഷഹീദായടോ. അതാ മൂത്തുമകളെ കൊണ്ടുവന്നു, ഒന്നാമത്തെ പൊന്നുമോളെ കൊണ്ടുവന്നു. ഭർത്താവിനെ വെറുതെ കൊന്നുകളഞ്ഞു, ഇനി മകളെയും കൊന്നുകളയണോ? മാഷിത്ത പതറിയില്ല. തന്റെ പൊന്നാര മകളെയും അവര് കൊല്ലുകയാണ്. അടുത്ത കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, മാഷിത്ത മാറ്റമുണ്ടോ? പതറിയില്ല, പരാജയപ്പെട്ടില്ല. ഭർത്താവ് മരിച്ചു, 2 മക്കളും മരിച്ചു. മൂന്നാമത് മാഷിത്തയുടെ മാറിടത്തിലേക്ക് ചേർന്നിരിക്കുന്ന തന്റെ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് ആ പൊന്നാര മകനെ പിടിക്കാൻ വരികയാണ്. മാഷിത്തയുടെ കയ്യിലിരിക്കുന്ന പൊന്നുമോനെ താ മാഷിത്ത എന്ന് പറഞ്ഞു പിടിച്ചുപെടുക്കാൻ വരുമ്പോ മാഷിത്തവൊന്ന് പതറുകയാ. മാഷിത്തയൊന്ന് പതറുകയാ. തന്റെ പൊന്നാര മകനെ കൊടുക്കാൻ മനസ്സു വരുന്നില്ല. കാരണം 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ചിട്ട് തന്റെ പൊന്നാര മകനെ കണ്ട് കൊതി തീർന്നിട്ടില്ല. തന്റെ പൊന്നാര മകനെ കൊടുക്കാതെ മാഷിത്ത ബീവിയുടെ കണ്ണൊന്നു നിറയുമ്പോ, മോനെ ഏതെങ്കിലും ഒരു സിനിമയുടെ കഥയല്ലടാ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും മാഷിത്ത ബീവിയുടെ ചരിത്രം വായിക്കാമല്ലോ. തന്റെ പൊന്നാര മകനെ പിടിച്ചു പറിക്കാൻ നോക്കുമ്പോ മാഷിത്ത കരയുകയാണ്. തന്റെ കണ്ണൊന്ന് നനയുകയാണ്. എല്ലാവരും വിചാരിച്ചു മാഷിത്ത തോറ്റുപോയെന്ന്. കളിയാക്കുകയാ, എല്ലാവരും പരിഹസിക്കുകയാ. ഭർത്താവിനെയും 2 മക്കളെയും വെറുതെ കൊന്നുകളഞ്ഞല്ലോ. ഇവള് പേടിച്ചു പോയി, ഇവള് മതം മാറിയെന്ന് കരുതിയിട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുമ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുന്ന പ്രായമായില്ല. പക്ഷേ തന്റെ ഉമ്മയെ കളിയാക്കി ചിരിക്കുന്നത് കണ്ടപ്പോ ആ പൊന്നുമോന് വിളിക്കുന്നു, യാ ഉമ്മ ലാ തഖഫ് വലാ തഹ്സൻ. എന്തിനാ ഉമ്മ പേടിക്കുന്നത്? എന്തിനാ ഉമ്മ ഉണ്ടായിരുന്ന കച്ചവടം നഷ്ടപ്പെട്ടു പോയി, ബിസിനസ്സിൽ ലാഭം പോയി, എന്ത് വന്നാലും അൽഹംദുലില്ലാ. അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഇത്തിരി ഓളം ഉണ്ടെന്നില്ലേ? എടാ, ആരെങ്കിലും ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോയാൽ അൽഹംദുലില്ലാ പറയോ? പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് നോക്കി തോറ്റുപോയി അൽഹംദുലില്ലാ പറയോ? ക്യാൻസറിന്റെ ടെസ്റ്റിന് അയച്ചു, അൽഹംദുലില്ലാ ക്യാൻസർ വന്നു, ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ഉണ്ടെന്ന്, അൽഹംദുലില്ലാ പറയോ? പറയാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ പറയണമെങ്കിൽ ഒരേ ഒരു ഹദീസ് ഓർത്താൽ മതി. ഒരേ ഒരു ഹദീസ് ഓർത്താൽ എന്ത് സങ്കടം വന്നാലും നമ്മൾ അൽഹംദുലില്ലാ പറയും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? വേണോ വേണ്ടേ? എന്ത് സങ്കടം വന്നാലും പോട്ടെ, ചങ്ങായി വിട്ടേക്കും, പോട്ടെ അൽഹംദുലില്ലാ. അത് പറയണമെങ്കിൽ ഒറ്റ ഹദീസ് ഓർത്താൽ മതി. അല്ലാഹു ഹദീസ് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ പറയോ അൽഹംദുലില്ലാ? പറയോ അൽഹംദുലില്ലാ? പറയോ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കം ഉണ്ടോ? നിങ്ങളുടെ നാട്ടിലില്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു കയറ്റം കഴിഞ്ഞാൽ ഇറക്കമുണ്ടോ? ഉണ്ടോ? അപ്പൊ ഒരു കയറ്റത്തിന്റെ പുറകിൽ ഒരിറക്കമുണ്ട്, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. ഇല്ല യദമൽ ജസാ മഅയദമൽ ബലാ ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. അപ്പൊ നിനക്ക് അല്ലാഹു ഇപ്പം ദുഃഖം തന്നിരിക്കുന്ന എന്തിനാ? നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണെന്ത്? ഈ സങ്കടം. എന്തിനാ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.
അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇനി പറ അൽഹംദുലില്ലാ, പറ അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സിറാജ് ഉസ്താദെ ഔലിയാക്കന്മാരാരാ, നമ്മളാരാ? ഔലിയാക്കന്മാർക്ക് അവർക്ക് എന്ത് വന്നാലും അവർക്കൊന്നുമില്ല, നമ്മൾ എന്തിനാ? അവരെ പോലെ അല്ലല്ലോ നമ്മൾ. എൻ്റെ പൊന്നാര ചങ്ങാതി, നമ്മൾ വിചാരിച്ചാലും അവരെ പോലെ ആകാൻ പറ്റും. നമ്മൾ വിചാരിച്ചാലും നമുക്ക് അവരെ പോലെ ആകാൻ പറ്റും. നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് വേണ്ടതൊക്കെ അള്ളാഹു തരുമല്ലോ. അള്ളാഹു പറയുക, നിനക്ക് നീ എന്തിനാ അംബാനി അദാനിയൊക്കെ നോക്കണേ? അള്ളാഹു പറയുക, നിനക്ക് എന്താ വേണ്ടേ? ഞാൻ തരാം. ഞാൻ പറയുന്ന ഒറ്റ കാര്യം ചെയ്താ നിനക്ക് വേണ്ടത് മുഴുവനും ഞാൻ തരാം. രാജാക്കന്മാര് ജീവിക്കുന്നത് പോലെ ജീവിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാര് രാജാക്കന്മാര് ജീവിച്ചതുപോലെ നിനക്ക് ജീവിക്കണോ? എല്ലാം ഞാൻ തരാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ. അള്ളാഹു പറയാ, നല്ല കാര്യം ചെയ്താൽ മതി, നിനക്ക് ഏറ്റവും നല്ല ജീവിതം ഞാൻ തരും. അള്ളാഹു പറയുന്നു, നീ നല്ല കാര്യം ചെയ്യ്. നിന്നെ കൊണ്ട് എന്തൊക്കെ നല്ല കാര്യം ചെയ്യാൻ പറ്റുമോ ആ നല്ല കാര്യങ്ങൾ മുഴുവനും നീ ചെയ്താ നിനക്ക് ഏറ്റവും നല്ല ജീവിതം. അള്ളാഹു പറയുന്നു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ. ഏറ്റവും നല്ല ജീവിതം തരും, നന്മ ചെയ്താൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്ന കാലം വരെ നീ ഞങ്ങൾക്ക് പട്ടിണി നൽകല്ലേ പടച്ചവനെ. ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ നീ ഞങ്ങൾക്ക് വരുത്തല്ലേ തമ്പുരാനെ. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്താ ആവശ്യം വേണ്ടത് ചോദിച്ചോ. ഈ സദസ്സിലിരിക്കുന്നവർക്ക് എന്താ വേണ്ടേ? ഒന്ന്, നമ്മളൊക്കെ എന്തിനാ കഷ്ടപ്പെടുന്നേ? നമ്മൾ എന്തിനാ കഷ്ടപ്പെടുന്നേ? ഉസ്താദെ, മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈനീട്ടരുത്. മരിക്കുന്ന കാലം വരെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതല്ലേ വേണ്ടേ? അതല്ലേ വേണ്ടേ? ആരുടെ മുമ്പിലും കൈനീട്ടാതെ മരിക്കുന്ന കാലം വരെ നിനക്കും തിന്നണം, ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആർക്കാ ഭക്ഷണം വേണ്ടേ? ആർക്കാ ഭക്ഷണം വേണ്ടേ? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാൻ പറയുന്ന ഒറ്റ കാര്യം നീ ചെയ്ത മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഖുർആനി വിശ്വാസമില്ലേ? ഖുർആനി വിശ്വാസം ഉണ്ടോ? അള്ളാഹ് പറയുന്നു, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. ഒരേ ഒരു ഇളയ്ക്കാൻ പോകുന്നവനുണ്ടോ 1000 രൂപ? ഏറ്റവും ചെറിയ ശമ്പളമാണ് ആർക്ക്? ഉസ്താദിന്. പറയുന്നു, നിനക്ക് നല്ല മരണം വേണോ? അല്ലാഹു പറയുകയാണ്, വൽആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാണ്, നല്ല മരണം തരാം, നല്ല മരണം തരാം. അറിയുമോ ചെറുപ്പക്കാരാ, നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും നിനക്കറിയുമോ? നിസ്കരിക്കുന്ന ഒരടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു നല്ല മരണം ഞാൻ പറഞ്ഞു തരാം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് പഠിക്കാൻ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല. ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം പഠിക്കു പൊന്നുമോനെ. നബി തങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. ഹുബൈബ് മുസ്ലിമാവുകയാണ്. ഒരിക്കൽ ശത്രുവിന്റെ കയ്യിലേക്ക് കിട്ടുകയാണ്. ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ശത്രുക്കളുടെ കയ്യിൽ കിട്ടുമ്പോ പിടിച്ചു കെട്ടിയിട്ട് അവര് കൊണ്ടുവരികയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ കെട്ടിയിട്ട് അവര് പിടിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുന്നു, ഹുബൈബ്, മതം മാറണം ഹുബൈബ്, മതം മാറണം ഹുബൈബ്, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയുമടാ ഹുബൈബ്. ഹുബൈബ് പറയുകയാണ്, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല. പടച്ചവനെ, ഹുബൈബിനോട് അവര് പറയുന്നു, നീ ഞങ്ങളുടെ കൂട്ടുകാരനാടാ, നിനക്ക് അധികാരം തരാ, നിനക്ക് സമ്പത്ത് തരാ, ഏത് പെണ്ണിനെ കാണിച്ചാലും നിന്റെ കൂടെ കടത്തി തരാ, നീ മതം മാറടാ ഹുബൈബ്. എന്ത് പറഞ്ഞിട്ടും ഹുബൈബ് റളിയല്ലാഹു തആല തയ്യാറായില്ല.
അപ്പോഴാണ് നേതാക്കന്മാര് പറയുന്നത്, ഇവനെ പരസ്യമായി തൂക്കിലേറ്റണം, എല്ലാവരും കാണുന്ന രീതിയിൽ ഇവനെ പരസ്യമായിട്ട് വേണം തൂക്കിലേറ്റി കൊല്ലാൻ. അങ്ങനെ പടച്ചവനെ ഹുബൈബ് റളിയല്ലാഹു തആല ഇവനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. കഴുകുമരം റെഡിയാക്കുകയാണ്, തൂക്കുമരം റെഡിയാക്കുകയാണ്. അവര് ചോദിച്ചു, ഹുബൈബേ എന്തായാലും മരിക്കാൻ പോകുകയല്ലേ, നിന്റെ അവസാനത്തെ ആഗ്രഹമെന്താ? നിന്റെ അവസാനത്തെ ആഗ്രഹമെന്താ? ഹുബൈബ് ചോദിച്ചു, ഞാൻ പറഞ്ഞ നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരാ ഹുബൈബേ, എന്തു പറഞ്ഞാലും ഞങ്ങൾ സാധിപ്പിച്ചു തരാ. അവര് വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന്. എന്നാ ഹുബൈബിന്റെ ആഗ്രഹം എന്താണെന്നറിയുമോ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം തരുമോ? മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ടൊന്ന് നിസ്കരിക്കണം. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന് അനുവാദം കൊടുത്തു. ഒന്നുപെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. പെട്ടെന്ന് നമസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടിയിട്ട് സുജൂദിലേക്ക് വീഴുകയാണ്. അല്ലാഹുവേ, എപ്പോൾ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ഇന്ന് ചെറുതാണ് ഓതിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല തമ്പുരാന്, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല തമ്പുരാന്. വലിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കണമെന്ന് കൊതിയുണ്ട് റബ്ബേ. എന്റെ നിസ്കാരം നീണ്ടുപോയാ ഇവന്മാര് പറയും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ട് പടച്ചവനെ, ഞാൻ പെട്ടെന്ന് നിസ്കാരം പൂർത്തീകരിക്കുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല നിസ്കാരത്തിന്റെ പായിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ശത്രുക്കള് കൈകാലുകൾ കെട്ടുകയാണ്. കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തിയിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല കൈകാലുകൾ കെട്ടുകയാ.